ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. എൻ്റെ ഗോപാൽജി, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെന്നറിയോ, ഹിന്ദുക്കളെ മാത്രം നിർത്തി മത്സരിപ്പിക്കാൻ ഇതൊരു ഗുരുവായൂരമ്പലത്തിലോട്ടുള്ള മേൽശാന്തിയുടെ തിരഞ്ഞെടുപ്പല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്ക്. അതുകൊണ്ടുകൂടിയാണ് നിങ്ങളെ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യാത്തത്. അതായത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ കണ്ട് മറന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് മതവും പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് വിജയിക്കുന്ന ഒരു സാധനം. ആ സാധനം ഇവിടെ വില പോകില്ല. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാവരും പറയുന്ന എന്താ പറയുക, അത് ഐക്കോണിക് സ്റ്റാർ അല്ലെങ്കിൽ ഭയങ്കര പഠിപ്പും വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു മനുഷ്യനുണ്ട്. നിങ്ങൾ തന്നെ പൂവിട്ട് പൂജിക്കുന്ന എനിക്ക് മുണ്ടൊരുക്കാനും അറിയാമെന്ന് പറഞ്ഞു വന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ, ഇയാളും എന്തെല്ലൊക്കെ വിടുവായിത്തായി വന്ന് പറയുന്നത്. മക്കയിലോട്ട് ഹിന്ദുക്കളെ കയറ്റുമോ, അതായത് പ്രതിനിധിയാക്കുമോ, അല്ലെങ്കിൽ വത്തിക്കാനിൽ വേറെ എന്തുവാടോ? കുറച്ചെങ്കിലും ചാണകം മാറ്റി വെച്ചൊന്ന് ബുദ്ധി യൂസ് ചെയ്യും. എന്താ ചെയ്യാനാന്ന് ആലോചിക്കുന്നത്? എല്ലാം കണക്കാ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരുത്തനടുപ്പിക്കാത്തതെന്ന്? നിങ്ങളിനി എന്തെല്ലാം പറഞ്ഞ് മുസ്ലിങ്ങളെ ഞങ്ങളുടെ സഹോദരങ്ങളാ, ക്രിസ്ത്യൻ ഞങ്ങളുടെ കൂട്ടരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അറിയാണ്ട് നിങ്ങൾ ഉള്ളുന്നില്ലേ ആ വർഗീയത അങ്ങ് പുറത്ത് ചാടും. അത് ചാടും, അത് സ്വാഭാവികം. പിന്നെ ഇതിനുള്ള മറുപടി ഓരോരുത്തർക്കും ഉള്ളത് വൈകാണ്ട് കിട്ടും. ഓക്കെ.